നമസ്കാരം. തൊടിയിലെ ചെടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കുടപ്പനയെയാണ്. അരിക്കേസിയ ഫാമിലിയിൽപ്പെടുന്ന കുടപ്പനയുടെ ശാസ്ത്രീയ നാമം കൊറൈഫ അംബ്രാക്കുലിഫെറ എന്നാണ്. സംസ്കൃതത്തിൽ വിശാലപത്രം, മധുതാലം എന്നെല്ലാമാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. കേരളത്തിലും ബർമ, സിലോൺ, മലയ എന്നിവിടങ്ങളിലും ധാരാളമായി കണ്ടുവരുന്ന പനവർഗത്തിൽപ്പെട്ട ഒരൊറ്റത്തടി വൃക്ഷമാണ് കുടപ്പന. കറുത്ത തടിയിൽ ധാരാളം വലയങ്ങൾ കാണപ്പെടുന്നു. ഏകദേശം 30 മുതൽ 40 അടി വരെ ഉയരം വരുന്ന ഉരുണ്ട കാണ്ഡത്തിൻ്റെ തലയ്ക്കൽ നീണ്ട ഹസ്താകാര പത്രങ്ങൾ കൂട്ടമായി കാണപ്പെടുന്നു. തടിക്ക് താഴ്ഭാഗത്ത് 2 മുതൽ 3 അടി വരെ വ്യാസം കാണും. മുകളിലോട്ട് പോകുന്തോറും വ്യാസം കുറഞ്ഞു വരുന്നു. തടിയുടെ പുറംഭാഗത്തുള്ള ചോറും നാരും നിറഞ്ഞ ഭാഗം ഇടിച്ച് പിഴിഞ്ഞ് നൂറൂറ്റി ഭക്ഷ്യയോഗ്യമായി ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ തടിയുടെ പുറംഭാഗത്ത് കരിമ്പന, തെങ്ങ് എന്നിവയുടെ പോലെ ബലമുള്ള ഓട് കാണപ്പെടുന്നില്ല. ഇല നീണ്ടു തടിച്ചതാണ്. ഏകദേശം 2 മുതൽ 3 മീറ്റർ വരെ നീളത്തിൽ കാണപ്പെടുന്നു. ഇല തണ്ടിനോട് ചേർന്ന് 2ആയി പിളർന്ന് കാണപ്പെടുന്നുണ്ട്. മധ്യഭാഗത്ത് നല്ല ബലമുള്ള ഈർക്കിലയുണ്ട്. കടും പച്ച നിറമാണ് ഇലകൾക്ക്. 2 പാളിയിലും കൂടി ഏകദേശം 80 മുതൽ 100 വരെ നീണ്ട ഒലകൾ കാണപ്പെടുന്നു. ഇലയുടെ 2 അറ്റത്തും ചെറിയ മുള്ളുകളുമുണ്ട്. പനയുടെ നെറുകയിൽ 16 മുതൽ 20 അടി വരെ നീളത്തിൽ കാണപ്പെടുന്ന പൂക്കുലയിൽ ധാരാളം ചെറിയ വെളുത്ത പൂക്കൾ കൂട്ടമായാണ് കാണപ്പെടുന്നത്. ഏകദേശം 4 സെന്റിമീറ്ററോളം വ്യാസം വരുന്ന ഉരുണ്ട ഫലത്തിനുള്ളിൽ 3 വരെ വിത്തുകൾ കാണപ്പെടുന്നു. ഇതിൻ്റെ ഇല പുരാതന കാലം മുതൽക്കു തന്നെ കടലാസിന് പകരം എഴുതുവാനും പുരമെയ്യുവാനും പായ, വട്ടി തുടങ്ങിയവയുടെ നിർമ്മാണത്തിനും പടക്ക നിർമ്മാണത്തിനും വ്യാപകമായി ഉപയോഗിച്ചു വരുന്നുണ്ട്. ഇതിൻ്റെ പൂവും ഇളം കായയും വിഷമുള്ളതാണ്. മധുരഗുണവും ശീതവീര്യവുമുള്ള ഈ സസ്യം പിത്തത്തെ ശമിപ്പിക്കുന്നു. ധാരാളം ഔഷധ ഗുണങ്ങളുള്ള ഈ സസ്യത്തിൻ്റെ ആയുർവേദ ഗുണങ്ങൾ ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നമ്മളോട് വിശദീകരിക്കുന്നതാണ്. ഈ കൊടപ്പന പണ്ട് കൊടപ്പന കുന്ന് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അത് ഈ ഒരു കുന്നിൽ കൊടപ്പന അങ്ങനെ വെച്ച് പിടിപ്പിക്കുക. അത് എന്തിനാ വെച്ചാൽ വേനൽക്കാലത്ത് ശീതമായ അവസരത്തിൽ പോയിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് പറഞ്ഞത്. കാരണം ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശീതവീര്യമാണ്. ഇത് തണുപ്പിക്കും ശരീരം. അപ്പോൾ ചൂടുകാലത്ത് ശരീരം തണുപ്പിക്കാൻ വേണ്ടി ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്നതാണ് ഈ കൊടപ്പന കുന്ന്. ഇപ്പോൾ അത് വേറെ രീതിയിൽ ഉപയോഗിക്കണമെന്ന് മാത്രം. മിക്കവാറും ഈ വേനൽക്കാലത്ത് ശരീരം തണുപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ കൊടപ്പന. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൻ്റെ ഈ ഉള്ളിലുണ്ടാവുന്ന, അതിൻ്റെ തടിയുടെ ഉള്ളിലുണ്ടാവുന്ന ഒരു ചോറുണ്ട്. ആ ചോറ് എടുത്തിട്ട് ഈ മോദകം ഉണ്ടാക്കി കഴിക്കാം, അല്ലെങ്കിൽ അത് തന്നെ അവലോസാക്കി കഴിക്കാം. ഇനി ഒന്നുമില്ലെങ്കിൽ അത് നല്ല പാലിൽ കലക്കി ദിവസേന ഈ വേനൽക്കാലത്ത് കഴിച്ചു കഴിഞ്ഞാൽ ശരീരം തണുങ്ങും, ശരീരത്തിൽ ചൂട് പൊന്തില്ല. അതുപോലെ തന്നെ ഈ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഈ അസ്ഥിസ്രാവം, ചൂടുകൊണ്ടുണ്ടാകുന്ന അസ്ഥിസ്രാവത്തിന് ഈ കുടപ്പനയുടെ ഉള്ളിലുണ്ടാകുന്ന ആ ചോറ് തേനോ അല്ലെങ്കിൽ നെയ്യോ ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല ഗുണമുണ്ടാകും. അതുപോലെ ഈ മൂത്രച്ചൂടിനും ഇത് നല്ലതാണ്. പിന്നെ ഈ കുടപ്പനയുടെ ഒരു രസകരമായൊരു വസ്തുത, ഇത് ആകെ അതിൻ്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം പൂക്കും. പൂത്ത് കഴിഞ്ഞാൽ അതിൻ്റെ കാലാവധി കഴിഞ്ഞു, പിന്നെ അത് മെല്ലെ നശിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇത് ഒന്നിച്ച് കുന്നിൻ്റെ മുകളിൽ കുറേ എണ്ണം ഒന്നിച്ച് വെച്ച് പിടിക്കുന്നത്. ഒന്ന് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കാലാവധി കഴിഞ്ഞാൽ അപ്പം അടുത്തവിടെ ഉണ്ടാവണം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത.